ഇഫ്താർ വിരുന്നിൽ താങ്കൾ ഒരു സെൽഫി എടുത്തത് വലിയ വിവാദമായി. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി ലിബറലായി പുരോഗമനപരമായി ചിന്തിക്കുകയും എന്നാൽ വിശ്വാസപരമായി അടിത്തറയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണാനായിരിക്കും ആരെങ്കിലും വരിക. യൂത്ത് ലീഗിൽ ഉള്ള നേതാക്കന്മാർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു പാർലമെൻ്ററി എൻട്രി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പരിഗണന യൂത്ത് ലീഗിന് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് രാഷ്ട്രീയം കാണുന്നതെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ പാലിക്കേണ്ടതല്ലേ? വോട്ട് റേഷ്യോ നോക്കുമ്പോൾ UDF മുൻപന്തിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. യൂത്ത് ലീഗിനകത്ത് രണ്ട് ടീമായിട്ട് മാറിയില്ല. മുന്നോളി തങ്ങളുടെ ടീമും ക്രോസിൻ്റെ ടീമും രണ്ടായിട്ട് മാറിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ആലോചന ഉണ്ടായിട്ടില്ല. ആളുകൾ വന്ന് പറയും നിങ്ങൾ രാജ്യത്തേക്ക് മത്സരിക്കണം. സമസ്തയുടെ പിളർപ്പിൻ്റെ കാലത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു അന്നത്തെ. ഞാൻ സുന്നിയാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളാണ് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നതിന് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. എനിക്കൊന്ന് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് പാണക്കാട് കുടുംബത്തിലെ, കേരളത്തിലെ ഈ മതേതര കേരളം വലിയ കടപ്പെട്ടിരിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ ഒരു ഇളമുറക്കാരനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ എന്നുള്ളൊരു പദവി. ഇത് രണ്ടും കൂടി ചേർത്ത് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്? ഈ ഒരു ആത്മീയ പാരമ്പര്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്? ഇല്ല, ഇത് നിങ്ങളുടെ പിതാവ് നേരത്തെ ചെയ്തു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ പ്രയാസമായി തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രീയപരമായി ഞങ്ങളുടെ കുടുംബം നേരത്തെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ പിതാവും പിതൃ സഹോദരന്മാരൊക്കെ തന്നെയും പിതാമോഹനും തന്നെയാണ്. അതേസമയത്ത് തന്നെ ആത്മീയ തലത്തിലും അവരിടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു വളർന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇത്രയും കൊല്ലം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചപ്പോൾ 12 വർഷം, 2 ടേം, 10 വർഷം, നമ്മൾ 2016 അപ്പോൾ ഈ രണ്ട് ടേമുകളിലായി സേവനമനുഷ്ഠിച്ചതുകൊണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഇപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ് നമുക്ക് ഓർമ്മ വരിക. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ മതേതര കേരളത്തിന് നൽകിയ സംഭാവനകളൊന്നും നമുക്ക് നിസ്തുലമായ സംഭാവനകളാണ് ഈ ബാബരി മസ്ജിദിൻ്റെ സംഭവത്തിൽ പോലും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയൊരു നല്ല ഉപദേശം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉപകാരപ്പെട്ട അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും? ഇല്ല, അദ്ദേഹം ഒരിക്കലും ഒരു ഉപദേശം എന്ന നിലയ്ക്ക് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അത്യുന്നത നിരയിലുള്ള ഒരു നേതാവായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് അടക്കമുള്ള UPAയുടെ പ്രധാന ഘടകത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം കാണിച്ചു തന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരെ വലിയ വില കൊടുത്തുകൊണ്ട് പരിഗണിക്കണമെന്നാണ്. അപ്പോൾ രാഷ്ട്രീയ കോളിലക്കണും എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ വലിയ സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെ തറവാട്ടിലായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവിടെ ഒരു സാധാരണക്കാരൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ അതിനെല്ലാത്തിനും അപ്പുറം വില കൽപ്പിച്ചുകൊണ്ട് അത് കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയം എന്നത് ഒരു കാപട്യത്തിൻ്റെയോ ഒരു അധികാരത്തിൻ്റെയോ ഒരു മാനദണ്ഡമല്ല. അതിനപ്പുറം സേവനത്തിൻ്റെ ഒരു മാനദണ്ഡമാണ് രാഷ്ട്രീയമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അതെ, അതിൻ്റെ ഒരു വലിയ ഒരു വാല്യൂ, അതായത് പിന്നെ ഒരു മൂല്യങ്ങൾ എന്താണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും ഒരു രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റേതായ പ്രകടനപരതയോ അല്ലെങ്കിൽ അത് ആഘോഷിക്കുകയല്ല, അതിനപ്പുറം അത് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ടാണ് രാഷ്ട്രീയത്തെ അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിൻ്റെ താങ്കളുടെ ടേമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. യൂത്ത് ലീഗിൻ്റെ ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഓഫീസ് മുതൽ വൈറ്റ് ഗാർഡ് മുതൽ യൂത്ത് ലീഗിലേക്ക് വനിതകൾക്ക് അംഗത്വം കൊടുത്തത് മുതൽ വലിയ കാര്യങ്ങൾ. എന്താണ് ഒരു ചാരിതാർത്ഥ്യമായി തോന്നുന്ന കാര്യം? ഒരു യൂത്ത് ലീഗ് പ്രസിഡൻ്റ് ആകുമ്പോൾ ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. കാരണം മുന്നേ ഒന്നും ഒരു സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ സംഘടനാ രംഗത്ത് അതീവ ഒരു സജീവമായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു ടീം അത് വലിയ കാഴ്ചപ്പാടുള്ള നല്ലൊരു ടീമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന യുവജന രാഷ്ട്രീയ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു യുവജന രാഷ്ട്രീയ
പ്രസ്ഥാനമാണ് യൂത്ത് ലീഗ്. അതിൻ്റേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു വൈറ്റ് കാർഡ് എന്നുള്ള ഒരു സങ്കല്പം, അതായത് വൈറ്റ് കാർഡ് കേവലം ഒരു മാർച്ച് ചെയ്യാനുള്ള ഒരു വിഭാഗമല്ല, അതിനപ്പുറത്തേക്ക് സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കാനുള്ള, കാരണം ഒരുപാട് യുവജനങ്ങൾ അവരുടെ സമയവും ആരോഗ്യവും വെറുതെ വേസ്റ്റാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച്, കാരണം ഒരുപാട് മയക്കുമരുന്നിൻ്റെയും മറ്റ് അധാർമിക പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി യുവാക്കൾ മാറിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവരെ ഒരു പ്രൊഡക്റ്റീവായ രീതിയിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഒരു വൈറ്റ് കാർഡ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവരികയും അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ പ്രളയമുണ്ടാകുകയും കോവിഡ് ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായപ്പോൾ അതിനൊക്കെ വളരെ നല്ല രീതിയിൽ ചൂരൽമല ദുരന്തത്തിൽ വലിയ പ്രകടനമായിരുന്നു നമ്മുടെയൊക്കെ സാന്നിധ്യം. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവിടുത്തെ മറ ചെയ്യാനും മയ്യത്തുകൾ എടുക്കാനും ഒക്കെയുള്ള, അപ്പോൾ അതൊരു ഞങ്ങൾ ഒരു ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായി തോന്നിയതാണ്. പിന്നീട് നമ്മുടെ ഒരു ആസ്ഥാന മന്ദിരം, മുസ്ലിം യൂത്ത് ലീഗിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആസ്ഥാന മന്ദിരം അത് മറ്റൊരു പോഷക സംഘടനക്ക് കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അനാഥരായി. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഓഫീസ് വേണമെന്നുള്ളൊരു വലിയ ചിന്ത ഉണ്ടായതും ആഗ്രഹം ഉണ്ടായതും. അത് ഞങ്ങൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ കൂടെ എല്ലാവരും നിന്നു എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് ഹൃദയഭാഗത്ത് തന്നെ സ്ഥലം വാങ്ങുകയും നല്ല ഒരു രൂപത്തിൽ അത് വിഭാവനം ചെയ്യുകയും അത് നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ യൂത്ത് ലീഗിന് എക്കാലത്തും ഞങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള, ഇനിയുള്ള തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓഫീസ് ഉണ്ടാക്കി. തലമുറ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു ടീമിനെ ഉറക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും ഞങ്ങളുടെ കാലത്ത് ചെയ്തു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളത് ബോധപൂർവ്വം സൂചിപ്പിക്കാമെന്നറിയില്ല, വനിതകൾക്ക് അംഗത്വം കൊടുത്തു മാത്രമല്ല ഉത്തരവാദിത്തത്തിലേക്ക്, ഭാരവാഹിത്വത്തിലേക്ക് വനിതകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു നിശ്ചയദാർഢ്യമാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. തീർച്ചയായും വനിതകളിപ്പോൾ എല്ലായിടങ്ങളിലും അവരുടേതായ വ്യക്തിത്വങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്കും അവരൊക്കെ ഇൻസ്ട്രുമെൻ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ബിസിനസ് രംഗത്തുണ്ട്, അതുപോലെ സോഷ്യൽ രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കാരണം നമ്മൾ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനും മെറിറ്റിൽ സീറ്റ് കിട്ടുന്നതും ഉയർന്നു പോകുന്നവരൊക്കെ പെൺകുട്ടികളാണ്. അപ്പോൾ അവരെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് അത്തരക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയും സേവനം രാഷ്ട്രീയത്തിന് ലഭ്യമാകുമ്പോൾ ഇവിടെ വനിതകളായിട്ടുള്ള നമ്മുടെ ഒരുപാട് സഹോദരിമാർ അവർക്ക് കൂടി ഒരവസരം കിട്ടുമ്പോൾ തീർച്ചയായും സമൂഹത്തിൻ്റെ വലിയൊരു ഉയർച്ചയ്ക്ക് അത് കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷെ അത് ഒരു വിമർശനത്തിന് കാരണമാകും എന്ന് ബോധ്യം ഉണ്ടായിരുന്നില്ലേ? ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പല കോണുകളിൽ നിന്ന് വിമർശനം വരും. അതിനെയൊക്കെ നേരിടാൻ മാനസികമായി തയ്യാറായിരുന്നു? അല്ല, അതൊക്കെ കാലം വളർന്നു എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിലുള്ള വിമർശനം ഞങ്ങൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് ജനങ്ങൾ അംഗീകരിച്ചു. അവരും സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻറ്റേർണലായിട്ടുള്ള അവിടെയൊക്കെ വിമർശനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമോ വിമർശനമോ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് കാലം അതനുസരിച്ച് വളരുകയും ആളുകൾ മതസംഘടനകളും അതനുസരിച്ച് ചിന്തിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. അതിലൊരു വലിയ പ്രതിഷേധം ഉണ്ടായില്ല? ഇല്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇഫ്താർ വിരുന്നിൽ താങ്കൾ ഒരു സെൽഫി എടുത്ത് അത് വലിയ വിവാദമായി. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി ലിബറലായി പുരോഗമനപരമായി ചിന്തിക്കുകയും എന്നാൽ വിശ്വാസപരമായി അടിത്തറയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും. കാരണം ഞങ്ങളൊരു നമ്മുടെ സഹപ്രവർത്തകരാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ ഒരു നോമ്പുതുറ അവിടെ നടത്തിയപ്പോൾ എല്ലാവരുമായി ഞാൻ സെൽഫി എടുത്തു. അപ്പോൾ അവരും ഞങ്ങളുടെ ഭാരവാഹികളാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തുന്നുള്ളൂ. അതങ്ങനെ ഇപ്പം പുതിയ കാലഘട്ടത്തിലാവുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അത് ഏതൊക്കെയോ കോണിൽ അതിപ്പോഴും വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിലൊരു ആശങ്കയില്ലേ? അതെ, അതിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ നീയത്ത് അത് അത്തരത്തിലായിരുന്നില്ല. അതെൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ എടുത്തുന്നുള്ളൂ. അതിങ്ങനെ പ്രചരിപ്പിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പ്രചരിപ്പിക്കുന്നു വിചാരിച്ചില്ല. ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സാമുദായിക സംഘടനകൾ പോലും ഇത്തരം കാര്യങ്ങളോട് യോജിച്ച് നിൽക്കുകയാണ്. വലിയ വിമർശനം ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ അത് ഉയർത്തേണ്ടതില്ല എന്നൊരു പക്വത അവർ പോലും കാണിക്കുന്നുണ്ട്. ആ ഒരു പക്വത ഈ സോഷ്യൽ മീഡിയയിലൊന്നും കാണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. സോഷ്യൽ മീഡിയ പലപ്പോഴും അതിൻ്റേതായ പലപ്പോഴും അതൊരു ഇമ്മച്യൂരിറ്റി ഇപ്പോൾ അതിൽ നിൽക്കുന്നുള്ളതാണ്. അപ്പം എന്ത് അവരുടെ മനസ്സിൽ വരുന്നതൊക്കെ അത് എഴുതി ചേർക്കാനും അത് വിളിച്ചു പറയാനുള്ള ഇടമായി സോഷ്യൽ മീഡിയ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ അടിസ്ഥാനം വരും. കാരണം നമ്മളൊക്കെ
ഒരു കമൻറ്റുകൾ നോക്കുമ്പോൾ പോസിറ്റീവ് കമൻറ്റുകൾ ഏത് ആളുടെ വാളിലാണെങ്കിലും പോസിറ്റീവ് കമൻറ്റ് കുറവാണ്. എങ്ങനെയെങ്കിലും ഇതിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു സംസ്കാരമായി മാറി എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ പോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണാനായിരിക്കും ആരെങ്കിലും വരിക. ഇപ്പോൾ ഏതെങ്കിലും ഇന്നലെ സമദാനി പ്രസംഗിക്കുമ്പോൾ ചെറിയൊരു സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നപ്പോൾ അതിനെ ട്രോളാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നെഗറ്റീവിനെ മാത്രം നോക്കിക്കാണുന്ന അത് നമ്മുടെ ഒരു സാംസ്കാരിക ശൂന്യതയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടമാണല്ലോ, യൂത്ത് ലീഗിൽ ഉള്ള നേതാക്കന്മാർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു പാർലമെൻ്ററി എൻട്രി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നില്ല? തീർച്ചയായും. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്ന നജീബ് കാന്തപുരം, അതുപോലെ AK അഷ്റഫ്, അതുപോലെ ഈവൻ ഗഫൂർ പോലും കളമശ്ശേരി മത്സരിച്ച ഗഫൂർ നമ്മുടെ പ്രവർത്തക സമിതി അംഗമാണ്. പിന്നെ സ്വാഭാവികമായും ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാർക്കുള്ള ഒരു സാഹചര്യം, ഒരു ഇടം പാർട്ടി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവസാന വാക്ക് പാണക്കാട് കുടുംബമാണ്. സ്വാഭാവികമായിട്ടും താങ്കളുടെ വാക്ക് അവിടെ നിഷേധിക്കപ്പെടില്ല. ഇത്തവണ അത്തരത്തിൽ യുവാക്കൾക്ക് കുറച്ചുകൂടി നല്ല പ്രാതിനിധ്യം, പ്രത്യേകിച്ച് നല്ല നേതാക്കന്മാർ ഈ ഒരു വലിയ ടേമിനകത്ത് യൂത്ത് ലീഗിനകത്ത് ഉണ്ടായി വന്നിട്ടുണ്ട്. മാത്രമല്ല 2 ടേം യൂത്ത് ലീഗ് പൂർത്തിയാകുമ്പോൾ തൊട്ടുപിറകിൽ MSFും അങ്ങനെ എന്താ പറയുക പ്രായപൂർത്തിയായി നിൽക്കുന്ന MSFുകാരുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്വാധീനം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിൽ യൂത്ത് ലീഗുകാർക്ക് ഉണ്ടാവും. തീർച്ചയായും പാർട്ടി അങ്ങനെ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള ഒരു പരിഗണന യൂത്ത് ലീഗിന് കിട്ടിയിട്ടുണ്ട്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തക സമിതിയിൽപ്പെട്ട 19 പേർക്ക് ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണത്തിൽ. അത് കുറച്ച് ആളുകൾ മാത്രമേ തോറ്റിട്ടുള്ളൂ. ഏകദേശം 16ഓളം ആളുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ അംഗീകാരം കൂടിയാണ്. ഇതേ രീതിയിൽ തന്നെ അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് ഞങ്ങൾ യൂത്ത് ലീഗർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു പരിഗണന വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പരിഗണന കിട്ടണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും 3 ടേം വ്യവസ്ഥ അത് വളരെ നല്ല തീരുമാനമായിരുന്നു. കാരണം 3 ടേം എന്നൊക്കെ പറയുന്നത് പരമാവധിയാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോഴും ഇളവ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പാർട്ടി ആലോചിക്കുന്നത്. അങ്ങനെ ഇളവ് കൊടുക്കുമ്പോൾ അവസരം നഷ്ടപ്പെടുന്ന യുവാക്കൾക്കാണ്. യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് രാഷ്ട്രീയം കാണുന്നതെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ പാലിക്കേണ്ടതല്ലേ? അല്ല, 3 ടേം എന്നുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായിരുന്നു ഞങ്ങൾ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇപ്പോൾ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം ഉണ്ടാവുമെന്ന് തന്നെയാണ്. അപ്പോൾ അതിന് എല്ലാവരെയും ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റി നിർത്താൻ കഴിയില്ല. ഒരു വിനബിൾ പോസിബിലിറ്റി കണക്കാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഈക്വേഷൻ ഉണ്ടാക്കുക എന്നതായിരിക്കും. എന്നാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വനിതകൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. അതിപ്പോൾ കഴിഞ്ഞ തവണ ഒരു സീറ്റ് കൊടുത്തു, നൂബിൻ അർഷി സൗത്തിലാണ്, പരാജയപ്പെട്ടു. ഇതിന് മുമ്പ് ഒരു തവണ പരാജയപ്പെട്ടത് ഖമറുന്നിസ അൻവർ, അവരും സൗത്തിലായിരുന്നു. അപ്പോൾ തോൽക്കുന്ന സീറ്റ് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ജയിപ്പിക്കണമെന്നൊരു വാശി, വനിതകളെ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കണമെന്നൊരു വാശി ലീഗിനുണ്ട്? ഈ ഒരു തവണ എല്ലാ സീറ്റിലും ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള സാധ്യതകൾ ഇവിടെ ഉദിച്ചു വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ച അധിക സീറ്റുകളിലും വോട്ട് റേഷ്യോ നോക്കുമ്പോൾ UDF മുൻപന്തിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു ക്ലെയിമുണ്ട്, ഒരു ഫൈറ്റിംഗ് സീറ്റാണ്, അത് പിടിച്ചാൽ കിട്ടുമെന്നുള്ള റോളമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷുവർ സീറ്റുകൾ വളരെ കുറച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരിച്ച സീറ്റുകളൊക്കെ തന്നെയും ഷുവർ സീറ്റുകളിൽ അപ്പുറത്തേക്ക് നമുക്ക് നേടാൻ കഴിഞ്ഞ നമ്മുടെ ആ ഫൈറ്റിംഗ് ഒരു സ്ട്രാറ്റജി. എല്ലാ സീറ്റിലും ആ ഒരു വിന്നബിലിറ്റി ഉണ്ട്. ഇപ്പോൾ എല്ലാ സീറ്റിലും വളരെ കുറച്ച് മാത്രമേ സീറ്റ് നമുക്ക് റിസ്ക് ഉള്ളൂ. ബാക്കിയുള്ള ഒരു ഭൂരിപക്ഷം സീറ്റുകളും ഞങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷയാണ്. അതിൻ്റെ ഒരു കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം, അതിൻ്റെ ഒരു വിധിയെഴുത്തായിരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത്. അത് വീണ്ടും ജനങ്ങളോട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് ആ വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോയി ഇവിടെ PSC പോലുള്ള പ്രശ്നങ്ങൾ, അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇവിടെ ദരിദ്രരുണ്ട്.
അതുപോലെ പെൻഷൻ കാര്യങ്ങളിൽ പെൻഷൻ പിടിച്ചു വെച്ച് അവസാനം അവർ കൊടുക്കുന്നത് ഇലക്ഷനോടനുബന്ധിച്ചാണ്. പെൻഷൻ കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പെൻഷൻ കിട്ടാൻ അതെ സമരം ചെയ്തു. കുടുംബശ്രീ പിന്നെ ആളുകൾ സമരം ചെയ്യുന്നു. ഇപ്പോൾ ഇടതുപക്ഷ അനുയായികൾ തന്നെ ഈ സർക്കാരിനെതിരായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പം സച്ചിദാനന്ദനെ പോലെ ഇടതുപക്ഷ സഹചാരികളായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ അവർക്കെതിരായി വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഈ സർക്കാരിനെതിരെ ഒരു വികാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ഇത് ഇലക്ഷനിൽ പ്രകടമാകും എന്ന് തന്നെയാണ്. ഈ യൂത്ത് ലീഗിന്റെ കമ്മിറ്റികൾ, ഇപ്പോൾ യുവജന സംഘടനകളാണല്ലോ ഭരണവിരുദ്ധ വികാരത്തെ പ്രതിഫലിപ്പിക്കേണ്ടത്, സമരമുഖത്താണ്. ഒന്നാമത്തെ ടേമിൽ ഒരു തിരിച്ചുവരവിന്റെ ഘട്ടത്തിലൊക്കെ വലിയ തോതിൽ സമരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ടേമിൽ എത്തിയപ്പോഴേക്കും തുടർഭരണം വന്നപ്പോഴേക്കും യൂത്ത് ലീഗിന് അത്തരത്തിലൊരു പെർഫോമൻസിലേക്ക് പോകാൻ പറ്റിയിരുന്നു. തീർച്ചയായും പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇപ്പം സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അവിടെ ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ 14 പേര് ഏകദേശം 2 ആഴ്ചയോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അത് സമരം ചെയ്തുകൊണ്ടാണ്. സമരം ചെയ്ത് പരിക്കേറ്റ ഒരുപാട് ആളുകൾ സമരമുഖത്ത് സജീവമായി ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഞങ്ങളുണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് നടന്ന സമരങ്ങൾ ഒരുപാട് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് അടി കിട്ടിയിട്ട് ഒരു ഹോസ്പിറ്റലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് കരിക്കൊടി കാണിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾ അറസ്റ്റിലായി. അവർ റിമാൻഡ് ചെയ്തു. പിന്നെ വീട് ജാമ്യം കിട്ടി. അപ്പോൾ സമരമുഖത്ത് ഒരിക്കലും ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാം. ആദ്യ ടൈമായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് അല്ല, അത് അതിൻ്റേതായ ഒരു പിന്നെ വീര്യമനുസരിച്ചായിരിക്കും. ഇപ്പം ഈ സമയത്തും ഞങ്ങൾ ശക്തമായി തന്നെ എല്ലാ വിഷയവും ഉണ്ടാകുമ്പോഴും സമയബന്ധിതമായി സമരം ചെയ്തൊരു സംഘടനയാണ് യൂത്ത് ലീഗ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സമരമുഖത്ത് എല്ലാ വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യത്തെ സമരം ചെയ്യാൻ യൂത്ത് ലീഗ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഒരു സംഘടനയെ ചലിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് മാത്രമല്ല ജനറൽ സെക്രട്ടറി കൂടി ചേർന്നാണല്ലോ. അതൊരു കെമിസ്ട്രി എങ്ങനെയാണ്? പി കെ ഫിറോസും താങ്കളും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? പി കെ ഫിറോസ് വളരെ പ്രഗത്ഭനായ ഒരു സംഘാടകനാണ്. രാഷ്ട്രീയപരമായി വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അതുപോലെ ഞങ്ങളുടെ മറ്റ് ഭാരവാഹികളുടെയൊക്കെ ഒരു ടീം വർക്കാണ്. അപ്പോൾ ഞങ്ങളെന്തെങ്കിലും ഇപ്പം വർക്കിംഗ് കമ്മിറ്റിയിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്മിറ്റി കൂടി ആലോചിക്കുന്ന കാര്യങ്ങൾ, എൻ്റേതായ അഭിപ്രായങ്ങളുണ്ടാവും, ആ ആശയം ഉണ്ടാവും. പുതിയ ആശയങ്ങൾ പറയുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പി കെ ഫിറോസ് വളരെ മിടുക്കരാണ്. എന്തെങ്കിലും ഒരാശയം നമ്മൾ അപ്പോൾ യുവജനയാത്ര ഞങ്ങളൊരു വലിയ ആശയമായിരുന്നു. അത് ഇത്രയും ദിവസം നടന്ന് ഓരോ ജില്ലയിലും അതിൻ്റെ സ്വീകരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ അതിൻ്റേതായ നേതൃത്വം കൊടുക്കാൻ ഒരുപക്ഷെ ഞങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കത് ഒരിക്കലും സാധ്യമാകും. പക്ഷേ ഫിറോസ് വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടക്കുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് ഓരോ ജില്ലയിലും അതിൻ്റെ സൗകര്യങ്ങൾ എളുപ്പമാക്കാൻ അതെ നേതൃത്വം ഇരിക്കുമ്പോൾ തന്നെ സംഘാടനം ത്വരിതപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ യൂത്ത് ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഘടന? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങൾ സംസാരിച്ച് തീർക്കും. എന്തെങ്കിലും അത് നമ്മുടെ കമ്മിറ്റി എന്ന് പറയുന്ന വളരെയധികം ജനാധിപത്യ ഉൾപ്പാട്ടി രാഷ്ട്രീയമുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ എന്ത് അഭിപ്രായമുണ്ടെങ്കിലും അത് ശക്തമായ രീതിയിൽ ഞങ്ങൾ മുഖത്ത് നോക്കി നമ്മുടെ അഭിപ്രായങ്ങൾ 2 ടീമായി മാറുന്ന യൂത്ത് ലീഗിനകത്ത് 2 ടീമായിട്ട് മാറിയില്ല. മുന്നോളി തങ്ങളുടെ ടീമും ഫിറോസിൻ്റെ ടീമും 2ആയിട്ട് മാറിയിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഒന്നാണ്. ഞങ്ങളൊരു ടീമാണ്. ആ ടീമാകുമ്പോൾ തന്നെ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് എന്തുണ്ടെങ്കിലും ഫിറോസ് എന്നോട് ആശയവിനിമയം ചെയ്യും. എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേണോ വേണ്ടോ എന്ന് ചോദിക്കുമ്പം അത് ഒരുപക്ഷെ കുറച്ചുകൂടി അഗ്രസീവാണ് ഫിറോസ്. അപ്പോൾ ഞാൻ പറയാം അതിപ്പോൾ വേണോ ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ അത് മാറ്റാം. അപ്പം അങ്ങനെ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് പക്ഷേ ഒരു നല്ല രീതിയിൽ എല്ലാം പക്വമായ രീതിയിലാണ് അത്. KT ജലീലിനെതിരെ ആ 2 ഘട്ടങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പി കെ ഫിറോസ് ആദ്യം ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതൊക്കെ ശരിക്കും പാർട്ടി പറഞ്ഞ് ചെയ്യാതെ പി കെ ഫിറോസ് സ്വന്തം നിലയ്ക്ക് ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. യൂത്ത് ലീഗിനകത്ത് ഒരു കൂടിയ ആലോചന നടന്നില്ല. അങ്ങനെ ആയത് കാരണം ഈ ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന കാരണം പാർട്ടിക്കെതിരെ ശക്തമായി വന്നിട്ടുള്ള ആരോപണങ്ങൾ. അപ്പോൾ ജലീൽ ഒരുപാട് ആരോപണങ്ങൾ മുസ്ലിം ലീഗിന് എതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ഒരുപക്ഷെ ഇപ്പോൾ ഫിറോസ് ആ സമയത്ത്
ഉണ്ടായ സാഹചര്യങ്ങൾ, നേരത്തെ ഒന്നാമത്തെ ടൈമിൽ മന്ത്രിനിയമനം പോലുള്ള വിഷയം വന്നപ്പോൾ അത് അദ്ദേഹം അതിൻ്റെ എല്ലാ തെളിവുകളും എടുത്തുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അപ്പോൾ അത് ഒരിക്കലും ഫിറോസിൻ്റെ സ്വന്തം അഭിപ്രായമല്ല, അല്ലെങ്കിൽ സ്വന്തം ഒരു നിലയിൽ ചെയ്തതല്ല. അത് യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയും അതുപോലെ ലീഗുമായിട്ടൊക്കെ ആലോചിച്ച് നേതാക്കളുടെയൊക്കെ കൺസെൻറ്റ് വാങ്ങി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ പാർട്ടിക്ക് ഒരു എതിർപ്പുണ്ടായിട്ടില്ല ഇങ്ങനെ ഇത്രയും അഗ്രസീവായി ഒരു അല്ല, യുവജന നേതാക്കൾ അഗ്രസീവായിട്ട് ചെയ്യണം. കാരണം യൂത്ത് ലീഗ് ഉണ്ടാക്കിയ തന്നെ ഇപ്പോൾ ലീഗ് ചെയ്യാൻ കഴിയാത്തത് അഗ്രസീവായി ചെയ്യാനാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഉണ്ടായത്. അത് സമരങ്ങളും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കൂടുതൽ ചെയ്യണമെങ്കിൽ ഒരു 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 യുവത്വം ഉള്ള ആളുകൾക്ക് സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ആ രീതിയിലാണ് ആളുകൾ, അപ്പോൾ അവർ പറയുമ്പോൾ അതിൻ്റേതായ ആ രീതിയിൽ ആളുകൾ എടുക്കും. ഈ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും അധികാര രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇടക്കാലത്ത് രാജ്യസഭയിലേക്ക്, അത് പിന്നെ മത്സരമില്ലല്ലോ, രാജ്യസഭയിലേക്ക് വിടുന്ന രംഗത്ത് താങ്കളെ തന്നെ പരിഗണിക്കാവുന്ന രീതിയിൽ ആലോചനകൾ പോയിരുന്നു. എന്തുകൊണ്ടാണ് അത് പിന്നീട് മുടങ്ങിപ്പോയത്? ഇല്ല, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ആലോചന ഉണ്ടായിട്ടില്ല. ആളുകൾ വന്ന് പറയും നിങ്ങൾ രാജ്യസഭയ്ക്ക് മത്സരിക്കണം, എന്തിനാണ് നിങ്ങൾക്ക് പിന്നെ ഒരു മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു നോമിനേഷൻ മാത്രമല്ലേ എന്ന് പറയും. പക്ഷേ എന്നാൽ പോലും അവിടെ വോട്ടെടുപ്പുണ്ട്, അതിലും ചിലപ്പോൾ നമുക്കെതിരുള്ള വോട്ട് വരും. പക്ഷേ ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു സ്ഥാനം തന്നെ ഏത് അധികാരം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് സേവനം ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന ആളുകൾ എന്ത് പ്രയാസം പറയുമ്പോഴും എന്താവശ്യപ്പെട്ട് വരുമ്പോഴും അത് പരിഹരിച്ചു കൊടുക്കാൻ ഞങ്ങൾ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള പാർലമെൻ്ററി മേഖലയിലുള്ള MP-മാർ, MLA-മാർ, മന്ത്രിമാർ അവരോട് വിളിച്ചു പറയുമ്പോൾ അവർ സീരിയസ് ആയി എടുക്കുകയും അത് നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാർലമെൻ്ററി വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് ജനങ്ങളോട് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ആ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ചിലപ്പം ഞങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നൊരു മഹത്വം, ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള പൂക്കോയത്തങ്ങൾ മുതൽ എല്ലാവരും അൺഡിസ്പ്യൂട്ടഡായി നിൽക്കുന്ന ഒരു ആത്മീയ നേതൃത്വത്തിൻ്റെ ഗരിമ നഷ്ടപ്പെടും. അതെ, ഒരു ആത്മീയമായ കാരണം ഗരിമ ഉണ്ടാകും. കാരണം അപ്പോൾ പലരും ഇവിടെ പ്രതിപക്ഷത്തുള്ളവരും മറ്റുള്ള എതിർപക്ഷത്തുള്ള രാഷ്ട്രീയത്തിൽ അതീതമായി, അത് കാരണം എല്ലാവരും ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു പോറലേക്കേണ്ട എന്നുള്ളതും ഞങ്ങളുടെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. ഈ ഇപ്പോൾ പൂക്കോയ തങ്ങളുടെ കാര്യമാണെങ്കിലും ഷിഹാബ് തങ്ങളുടെ കാര്യമാണെങ്കിലും ആത്മീയ നേതൃത്വം എന്ന രീതിയിൽ സുന്നി സംഘടനകളുമായി സമസ്തയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായി. ഈ ഇടക്കാലത്ത് ഇപ്പോൾ ആ സമസ്തയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വിള്ളലുണ്ടായിട്ടുണ്ട്? ഇല്ല, അതൊക്കെ ഒരു ആളുകൾ പറഞ്ഞ് പരത്തുന്ന കാര്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും സമസ്ത നേതാക്കളുമായി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ സമ്മേളനം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജിഫ്രിത്തങ്ങളും സാദിഖ് ഷിഹാബുകളൊക്കെ വളരെ കോടിയലായിട്ടാണ് ഇതുവരെ പോയിട്ടുള്ളത്. നമ്മുടെ സമ്മേളനത്തിലും ഞങ്ങൾക്ക് എല്ലാവരും പങ്കെടുത്തിരുന്നു. ഞങ്ങളുടെ സാദിഖ് ഷിഹാബുകളാണ് അതിൻ്റെ തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്തത്. മുഖ്യപ്രഭാഷണം അവസാനത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് യാതൊരു വിള്ളലും ഇപ്പോൾ സമസ്തയുടെ എല്ലാ പരിപാടിക്കും വിദ്യാഭ്യാസ ബോർഡിൻ്റെയൊക്കെ പരിപാടിക്ക് ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അതൊരു ഏതെങ്കിലും ഒരു ആളുകൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ യാതൊരു ആശയപരമായിട്ട് പോലും ഒരു ആശയപരമായി ഒരിക്കലും ഞങ്ങൾ സുന്നികളാണ്. ഞങ്ങൾ സുന്നികളാണ്. ഞങ്ങൾ വാപ്പ പഠിപ്പിച്ചു തന്നതും ഞങ്ങളെ കുടുംബം പഠിപ്പിച്ചു തന്നതാണ്. ഞങ്ങളുടെ സഹോദരനായിട്ട് ഉമർ അലി ഷിഹാബ് തങ്ങൾ, അദ്ദേഹം സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. വളരെ സജീവ സാന്നിധ്യം, വളരെയധികം അദ്ദേഹമാണ് പല കാര്യങ്ങളും സമസ്തയുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. മാത്രമല്ല സമസ്തയുടെ പിളർപ്പിൻ്റെ കാലത്ത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു അന്നത്തെ. അതെ. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സമസ്തയുമായി ഞങ്ങളെപ്പോഴും ആ ബന്ധം ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ സാദിഖ് ഷിഹാബ് തങ്ങൾ വിളിച്ച ഇഫ്താർ വിരുദ്ധ സമസ്തയുടെ നേതാക്കന്മാർ വന്നിരുന്നു. അതുപോലെ എല്ലാം അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഈ ഇഫ്താർ വിരുന്ന് പറഞ്ഞുകൊണ്ട് ഇഫ്താർ വിരുന്നുകൾ മാത്രമല്ല, ഒരു സമുദായ നേതാവ് എന്ന രീതിയിൽ, പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ
ഈ സമുദായത്തിനകത്ത് നിന്നുള്ള വ്യത്യസ്ത സംഘടനകളുമായി സഹകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ രീതിയിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പോകേണ്ടി വരുന്നു, മുജാഹിദ് വിഭാഗങ്ങളുടെ പരിപാടിയിൽ പോകേണ്ടി വരും. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ വേദിയാണ്. ഇത് സമസ്തയിലൊരു വിഭാഗം മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയിട്ട്. അല്ല, ഇതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പാർട്ടി നിലയിൽ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മുസ്ലിം സംഘടനകളെ ഒരുമിച്ചിരുത്താൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ പിതാവുള്ള സമയത്ത് സൗഹൃദവേദി രൂപീകരിച്ചിരുന്നു. അതിനെല്ലാ മുസ്ലിം സംഘടനയും വിളിച്ച് ചേർത്തുകൊണ്ട് അന്ന് പല വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മാസം കാണുന്ന പ്രശ്നം, അപ്പോൾ മാസം കാണുമ്പോൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ഇവിടെ പെരുന്നാളൊക്കെ ആഘോഷിച്ച ദിവസം, അപ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട. അപ്പോൾ പൊതുകാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ള രീതിയിലാണ് അതിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒന്നുകൂടിയും പിന്നെ കാര്യങ്ങൾ രൂക്ഷമായി. ഇപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പൗരത്വ ഭേദഗതി ബില്ല് മുതൽ വഖഫ് ബില്ല് മുതൽ അതുപോലെ പല ഇപ്പം കേന്ദ്രഭരണത്തിന് വരുന്ന ഒരുപാട് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വരുന്ന ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ അതിൽ ഒന്നുകൂടി ശക്തമായി നമ്മൾക്ക് ഒന്നിച്ച് നിൽക്കാനും അതിൽ വൈകാരികമായി അല്ല ഇടപെടേണ്ടത്, അതിൽ കൂടുതൽ വ്യക്തതയോടുകൂടി വലിയ മെച്യൂരിറ്റിയോട് കൂടി ഇടപെടുകയും അതിനുള്ള നിയമപരമായ പോരാട്ടവും അത് ആശയപരമായ പോരാട്ടവും നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കൂടിച്ചേരലുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിലൊരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത സമസ്തയുടെ മുഷാവറയുടെ ഒരു തീരുമാനമുണ്ട്. ഇത്തരത്തിലുള്ള വിധേയ പ്രസ്ഥാനങ്ങളുടെ പരിപാടികൾക്ക് സമസ്തയുമായി ബന്ധപ്പെട്ടവർ പങ്കെടുക്കരുത് എന്നുള്ളത്. പക്ഷെ ലീഗ് നേതാവ് എന്ന രീതിയിൽ പങ്കെടുക്കുകയും വേണം. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ എങ്ങനെ? സമസ്ത അത് ഒരു മതസംഘടനയാണ്. അപ്പോൾ സമസ്തക്ക് അത് പറയാം, അവരുടേതായ ഐഡിയോളജിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവരുടെ എതിർപ്പിനെ കുറിച്ച് പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പൊതുവായ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ നമ്മൾക്ക് വ്യത്യസ്തമായ നിലപാടെടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് എല്ലാവരെയും ഈ ഒരു സമയത്ത് ഉൾക്കൊണ്ടു പോവുക, മൊത്തമായും വരുന്ന ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു ധാർമ്മികപരമായ ബോധമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂടിച്ചേരലുകളും സംവാദങ്ങളൊക്കെ ഉണ്ടായി. സംസ്ഥയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞു, ആശയപരമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും പൊതുവായ പ്രശ്നങ്ങൾ അത് അദ്ദേഹം തന്നെ തിരുത്തിയിരുന്നു, വിരുദ്ധങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവായ രീതിയിൽ നമുക്ക് ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളത് അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ വെറുതെ ഒരു മുസ്ലിം ചില ആശയപരമായ വ്യത്യാസം കൊണ്ട് അവിടെ എല്ലാ രീതിയിലും ഇവിടെ വിഘടിച്ച് നിൽക്കണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മതിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഈ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമായി രാഷ്ട്രീയ വേദികളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമാണല്ലോ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ അർത്ഥത്തിൽ ഒന്നിച്ചിരിക്കാവുന്നത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും രാഷ്ട്രീയമായി സ്വീകരിക്കാവുന്നതാണെന്ന് കരുതുന്നു. അതെ, ജമാഅത്ത് ഇസ്ലാമുമായി ഞങ്ങൾ പല നീക്കുപോക്കുകളും രാഷ്ട്രീയപരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും ഇത് വലിയ രീതിയിലുള്ള ഭീഷണികളാണ് പിന്നെ മുന്നിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ. അപ്പം അതിനെ ചെറുത്ത് നിൽക്കാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കോർഡിനേഷൻ ആവശ്യമാണെന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നേരത്തെ അവർ ജനാധിപത്യ അതിലേക്ക് വന്നു. അപ്പോൾ ജനാധിപത്യപരമായി സംഘടിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യമായി പ്രവർത്തിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ആശയപരമായി ഞങ്ങൾക്കിപ്പോഴും യോജിപ്പുണ്ട്. അതായത് അവർ ജനാധിപത്യത്തെ ഒരു അടവ് നയമായിട്ട് സ്വീകരിക്കുക, വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പക്ഷെ അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു മതരാഷ്ട്രവാദം അതിപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ് പല കോണുകളിൽ നിന്ന് വരുന്ന ആ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാത്തിനെയും അതിൻ്റേതായ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ഒരു വലിയ സങ്കീർണത നിറഞ്ഞ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും അവരുടെ മുന്നേറ്റത്തിനൊക്കെ ഒന്നടങ്കമുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക. അതിന് ചില വിട്ടുവീഴ്ചകൾ ചില പക്ഷേ നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ല. അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ താങ്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. താങ്കൾ കുറച്ചൊരു ഈ സുന്നി പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു, കുറച്ചൊക്കെ ഒരു മുജാഹിദ് ആശയങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ ബൈത്തു സക്കാത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളുണ്ടായി. അങ്ങനെ ഒരു ആശയപരമായ വ്യതിചലനം ആശയപരമായ വ്യതിചലനം എനിക്കുണ്ടായി. ഞാനിപ്പോഴും കുറച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ സുന്നിയാണ്. ഞങ്ങൾ സമസ്തയുടെ കൂടെ സഞ്ചരിച്ച അനുയായികളാണ്. പക്ഷേ ഒരുപക്ഷെ ഇപ്പോൾ മുജാഹിദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു രാഷ്ട്രീയ സംഘടന ഉള്ളതുകൊണ്ട്
ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ ചിലപ്പോൾ അതിലൊരു ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം അങ്ങനെയൊക്കെ അതൊരു സീരിയസ് ആയി നമ്മൾ ഒരു ആശയ വ്യതിയാനത്തിൻ്റെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, വിമർശനങ്ങളത് ഉൾക്കൊള്ളുന്നു. ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഇതിൻ്റേതായ അനിവാര്യതയും ആവശ്യകതയും അതുണ്ട് എന്നുള്ള അത് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച പോലെ ന്യൂനപക്ഷ വിരുദ്ധമായ സർക്കാരാണ് കേന്ദ്രത്തിലും കേരളത്തിലും. അതിന് എഗെയിൻസ്റ്റായി ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കൺസൾട്ടേഷൻ സംഭവിക്കുന്നു വിചാരിക്കുന്നുണ്ട് വോട്ടിങ്ങിൽ. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിനത് പ്രകടമായതാണ്. കാരണം ഇത്രയും വലിയ ഇപ്പം STPI വരെ മറ്റുള്ള തെക്കൻ ജില്ലകളിൽ അവിടെ സീറ്റ് കുറഞ്ഞു. അപ്പം ഇതൊക്കെ ഈ മതേതര ബോധമുള്ള മുസ്ലിം സംഘടനകളും മുസ്ലിം സാമാന്യങ്ങളും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു ഇന്ത്യ രാജ്യത്ത് നമുക്ക് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഉണ്ടായി. അതുപോലെ കേരളത്തിലും ചില വിഷയങ്ങളുണ്ടായി. ഇപ്പം ഇതിനെതിരെ ഇതിനൊക്കെ ഒരു സംരക്ഷണം മുസ്ലിം സമുദായത്തിന് കിട്ടുമെന്നുള്ള ഒരു ബോധ്യമാണ് ഇനി ഭരണം മാറുമ്പോൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു ബോധ്യമാണ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കുന്ന സംഘടനാപരമായ കാര്യത്തിൽ ഇപ്പോൾ 2 ടേം പൂർത്തിയാവണം, പുതിയൊരു ടീം വരേണ്ടതുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വൈകുന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക സംഘടനയിലുണ്ട്? ഇല്ല, ഞങ്ങളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ നമ്മുടെ ജനുവരി അവസാനമാണ് ഞങ്ങൾ സമ്മേളനം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനിടയിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. ഡിസംബറിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും സമ്മേളനം നടത്താൻ സാധിക്കില്ല. അപ്പോൾ ആ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് വന്നപ്പോൾ പിന്നെ നോമ്പിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇനി ഒരു ഇലക്ഷനിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നോമ്പിലും ഈ ഇലക്ഷന് ഇടയിലും നടക്കില്ല. അപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു പുതിയ കമ്മിറ്റി സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി വരും. ഒരു ടീമിന് അതിനിടയിൽ അവരുടെ അവസരം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ കുറച്ച് പേർക്കെങ്കിലും? ഇല്ലില്ല, ഞങ്ങളിപ്പം ഈ ടീം കഴിഞ്ഞവർക്കൊക്കെ മറ്റുള്ള ലീഗിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്രത്യേക പാക്കേജുകളൊക്കെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് അത് അംഗീകരിച്ചു. തലമുറ മാറ്റം ലീഗിൽ സംഭവിക്കുമ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പുതിയ ലീഡർഷിപ്പ് ഒരുപാട് ഇപ്പം താഴെ തലങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായിട്ടില്ല. ഒരുപാട് യുവാക്കൾ ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട്. അത് മുകളിലേക്കും മാറുമ്പോൾ അതിങ്ങനെ കാലം മാറുമ്പോൾ അത് മാറി വരും എന്നുള്ളതാണ്. ആ തലമുറ മാറ്റം ഈ സ്ഥാനാർത്ഥിത്വത്തിലും പ്രകടമാവും എന്നുള്ളത് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, അതിപ്പോൾ സ്വാഭാവികമായി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടാവും, അതൊക്കെ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ ഇന്ന് മുസ്ലിം ലീഗ് എന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതിയ ഭാവന ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.